നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രത്തിന് നൽകിയ ഒരു മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് തുകയിലെ അതിശയോക്തിയെക്കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകർ കണ്ടതുമാണ്. ആ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായി ഒരുങ്ങിയിറങ്ങിയ പിണറായി വിജയനെയും നമ്മൾ കണ്ടത്. അങ്ങനെ പോവാനൊരുങ്ങിയ സർക്കാരിനെ പ്രഹരിച്ചുകൊണ്ട് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. എസ്റ്റിമേറ്റ് തുകയെ ചിലവഴിച്ചതെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാത്ത വാദഗതികളൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ വിധിന്യായത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൂടി കണക്കിലെടുത്തുള്ള നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഇതാ ഇവിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിച്ച തുകയുടെ എസ്റ്റിമേറ്റ് കണക്കിന്റെ മാനദണ്ഡം, ആ എസ്റ്റിമേറ്റ് കണക്കിന്റെ മാനദണ്ഡം എന്ന് പറയപ്പെടുന്നത് അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ആ നിർദ്ദേശത്തോടു കൂടി സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. അതേസമയം ഈ ചാനലുകളൊക്കെ റേറ്റിംഗിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വയ്ക്കുകയാണ് എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി വിമർശിച്ചത്. എസ്റ്റിമേറ്റ് തുക കണക്കാക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം വേണ്ടതാണ് എന്നും സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയിക്കണമെന്നുമാണ് കോടതി നിർദ്ദേശം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് 1202 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് നേരത്തെ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത്. സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതാണ്. അതായത് അന്ന് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ് ഇത് കാണിച്ചിരുന്നത്. 359 മൃതദേഹങ്ങൾക്കായിട്ട് 2.77 കോടി രൂപയാണ് എസ്റ്റിമേറ്റിൽ വകയിരുത്തിയത്. ദുരിതബാധിതരെ ഒഴിപ്പിക്കുവാനുള്ള വാഹന ചിലവിനായി ഏകദേശം 12 കോടി രൂപയാണ് മാറ്റിയത്. മണ്ണുമാന്തികൾക്ക് 15 കോടിയും ചിലവെന്നാണ് ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരുന്നത്. ഇനി രക്ഷാപ്രവർത്തകരുടെ ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമൊക്കെ ആയിട്ട് ഏകദേശം 6.5 കോടി രൂപയും വകയിരുത്തി. ഇനി മറ്റൊന്ന് വ്യോമസേനയുടെ എയർ ലിഫ്റ്റിംഗ് ദൗത്യം. ആ എയർ ലിഫ്റ്റിംഗ് ദൗത്യത്തിന് ഭാവിയിൽ പണം നൽകേണ്ടി വരുമെന്ന പരാമർശത്തോടെ 17 കോടി രൂപ കണക്കാക്കിയത്. ഇനി സൈന്യം പണിത ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് പോലും 1 കോടി രൂപ എസ്റ്റിമേറ്റിൽ ചിലവെഴുതിയിരുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്ന് പറയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ച സഹകരണവും പിന്തുണയും തകർക്കുകയെന്ന അജണ്ടയാണ് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾക്ക് പിന്നിലുള്ളത് എന്ന് അദ്ദേഹം വാദോരാതെ പറയുകയും ചെയ്തു. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ വിവാദ നിർമ്മാണ ശാലകളായി മാറുന്നു എന്ന് പറഞ്ഞു. തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചിലരെങ്കിലും അതിനെ തിരുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിച്ചു എന്നൊക്കെയായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രിയുടെ വിമർശനം. ഒപ്പം മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല എന്നും പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ് തയ്യാറാക്കുന്നതെന്നും രാജ്യമാകെ അവലംബിക്കുന്ന രീതികൾ ഉണ്ട്, അതിന് മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല എന്നുമൊക്കെ വലിയ വായിൽ പറയാൻ പിണറായിക്ക് കഴിഞ്ഞു. പക്ഷെ ഇത് തയ്യാറാക്കുമ്പോൾ സർക്കാരിന്റെ മുന്നിൽ ചെലവുകളുടെ ഒരു തരത്തിലുള്ള ബില്ലുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക അത് തയ്യാറാക്കി സമർപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും പറയുന്നു. അത് കൂടുതലോ ചിലപ്പോൾ കുറവോ ആണ്. അപ്പോൾ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിൽ അധികമാണ് എന്ന് കണക്കാക്കിയിരുന്നു. എന്നാൽ SDRF മാനദണ്ഡ പ്രകാരം 219 കോടി രൂപ ചോദിക്കുകയും ചെയ്തു. ഇത് മറ്റു പദ്ധതി വിഹിതങ്ങളെ പോലെ ഉപയോഗിച്ചില്ല എങ്കിൽ ലാപ്സാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചിലവഴിക്കാൻ സാധിക്കില്ല മറ്റുള്ള ഫണ്ടുകളെ പോലെ. ഫണ്ടിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാർ അടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. ഇത് സർക്കാരിന്റെ വിശദീകരണമാണ്, എന്റെ വിശദീകരണമല്ല കേട്ടോ. അപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് വരുന്ന ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ അവിടെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കേന്ദ്ര സഹായത്തിനായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം, അത് മെമ്മോറാണ്ടം കേരള എന്ന രേഖ ആഗസ്റ്റ് മാസം 23-ാം തീയതി സമർപ്പിക്കുന്നു. ഇത് സെപ്റ്റംബർ 6-ന് പുനരധിവാസം സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിന്റെ ഭാഗമാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ചെലവായ തുകയല്ല എന്നും ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തി കേന്ദ്ര മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ കണക്കെടുപ്പ് മാത്രമാണെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. ഇതോടെ കേരളം ആവശ്യപ്പെട്ടത് തുക തരാതിരിക്കുവാൻ കേന്ദ്രത്തിന് പിടിവള്ളിയായി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നു.
കാരണം ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ കണക്കുകളല്ല എന്നുള്ളതാണ്. പകരം പെരുപ്പിച്ചു കാണിച്ച കണക്കുകളാണ് ഇത് എന്ന് കേന്ദ്രത്തിന് മനസ്സിലായപ്പോൾ കേന്ദ്രം കഴിഞ്ഞ ദിവസം 145 കോടി രൂപയിൽ ദുരന്ത നിവാരണത്തിനായി നൽകിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നുമല്ല. ബാക്കിയുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് 145 കോടി രൂപ കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 3000 കോടി രൂപ നമ്മൾ ചോദിച്ചെടുത്താണ് നമുക്ക് ആകെ 145 കോടി രൂപ ലഭിക്കുന്നത്. ഇനിയും ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന തുകകൾ കൃത്യമായി എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ? ഇപ്പോഴും ദുരന്തത്തിൽ കഴിയുന്നവർക്ക് 10,000 രൂപയിൽ കൂടുതൽ കൊടുക്കുവാൻ കഴിയാത്ത ഒരു സർക്കാരായി അധപ്പതിച്ച് തരം താണു പോകുന്നു എന്ന് പറയാതിരിക്കുവാനും കഴിയുന്നില്ല ഈ ഇടതുപക്ഷ സർക്കാരിനെ. അതുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ ഹൈക്കോടതി മുളയിലെ തന്നെ നുള്ളി. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി ഒരു കുരുക്കുണ്ടാക്കിയെടുക്കാം മാധ്യമ പ്രവർത്തകർക്ക് നേരെ എന്ന് വിചാരിച്ചാൽ അതും നടക്കാൻ പോകുന്നില്ല. ഹൈക്കോടതി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുകൾ നൽകേണ്ടതുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു ഊരാക്കുടുക്കിലേക്കാണ് ഈ സർക്കാർ, പിണറായി സർക്കാർ വീണ്ടും ചെല്ലുന്നത് എന്ന് പറയേണ്ടി